ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പുരസ്കാരം കിട്ടുന്ന രണ്ടാമത്തെ മലയാളമാണ് നമ്മൾ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ എന്തായാലും അഭിനന്ദനങ്ങൾ. ലാലേട്ടൻ പുതിയൊരു സിനിമ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 18 സംഭവം പുറത്ത് വന്നിട്ടുള്ളത്. ഇത് വൃഷഭ എന്ന ഒരു തെലുങ്കിലും മലയാളത്തിലും ഒരുങ്ങുന്ന ഒരു ബൈലിംഗൽ സിനിമയുടെ ടീസറാണ് പുറത്ത് വന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ടീസർ കണ്ടപ്പോൾ സിനിമയ്ക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും സിനിമയ്ക്ക് പണി കിട്ടുമെന്ന് അറിയാം. എന്തായാലും ആ സിനിമയുടെ ടീച്ചറെ പറ്റിയിട്ടും സിനിമകളുടെ പ്രതീക്ഷകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് നമുക്ക് സമയം കളയാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സിനിമയ്ക്ക് തിരക്കഥയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദകിഷോറാണ് കേട്ടോ. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശോഭ കപൂർ, രക്ത കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, പ്രവീർ സിംഗ്, വിശാൽ ഗോരാനി, ജൂയി പരേഖ് മേത്ത ഇവരെ കൂടിയിട്ടാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. മോഹൻലാലിനെ കൂടാതെ ഒരുപാട് തെലുങ്ക് നടന്മാരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സാം CS ആണ് സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരും. പിന്നെ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. ഈ കൊല്ലം തന്നെ ഹാട്രിക് 50 കോടി കഴിഞ്ഞു. അത് 200 കോടി ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് ആദ്യം വന്നിട്ടുള്ള പടം എന്ന് പറയുന്നത് അത് എമ്പുരാനാണ്. എമ്പുരാൻ മേലായിട്ട് 262 കോടി രൂപയോളം നേടിയിട്ട് ടോപ്പിൽ നിൽക്കുന്ന ഒരു പടമാണ്. എന്തായാലും ഇപ്പോൾ ലോകം അതിനെ കയറി വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വന്ന് തുടരുമെന്ന സിനിമയും 233 കോടി രൂപയോളം നേടി. അതും ഒരു 200 കോടി കളക്ട് ചെയ്ത പടമാണ്. ഇപ്പോഴായി ഓണം റിലീസായിട്ട് എത്തിയ ഹൃദയപൂർവ്വം ഇത് 50 കോടി കടന്ന് 75 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാട്രിക്കായിട്ട് നമുക്കൊരു 50 കോടി ഹാട്രിക്ക് അടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും ലാലേട്ടൻ്റെ ഒരു എപ്പിക് ടൈമാണ്, പീക്ക് ടൈമാണ് ഈ ഒരു വർഷം. അപ്പോൾ ഈ വർഷത്തേക്ക് വരുന്ന അടുത്തൊരു പടമാണ്, ഈ കൊല്ലത്തെ അവസാനത്തെ ലാലേട്ടൻ്റെ പടമാണ് വൃഷഭ എന്ന സിനിമ. ഇത് വരുന്ന ദീപാവലിക്കാണ് സിനിമ റിലീസ്. ഒക്ടോബർ 16 ആവാനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. ഇനി നമുക്ക് ടീസറിനെ പറ്റി സംസാരിക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഫ്രെയിമുകളൊക്കെ നമുക്കൊരു ബാഹുബലി ഫീലാണ് കിട്ടിയത്. കറക്റ്റ് ബാഹുബലി ഫീൽ തോന്നി. ഒരു സ്ഥലത്തൊക്കെ നമുക്കൊരു സെറ്റ് ഇട്ടാൽ ശേഷം മനസ്സിലാവുന്ന രീതിയിലുള്ള ചില ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇതിൽ കുറവെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കാണിച്ചു പോകുന്നത് ഒരു മിന്നൽ മുരളി ടൈപ്പാണ്. സംബന്ധിച്ച് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയില്ല. ടീച്ചറിൽ ലാലേട്ടനെ വേണ്ട രീതിയിൽ കാണിച്ചിട്ടില്ല. അവിടെ ഇവിടെ ആയിട്ട് ഒരു മിന്നായ പോലെ പറന്നടിക്കുന്ന പോലെയൊക്കെ തോന്നി. ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് സംഭവമാണ്. അതുമാതിരി ആവാതിരുന്നാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ അവസാനം കാണിച്ചിരിക്കുന്ന ആ ഒരു ഇൻട്രോഷൻ, അത് ടീച്ചറിൽ ഇൻട്രോഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു പുരിമുരിക്കുന്ന സാധനമൊക്കെ ഫീൽ ചെയ്യും. എന്നാലും വൃഷഭ അടുത്ത പടം വരട്ടെ വന്നിട്ട് തന്നെ പറയാം. ദീപാവലിക്ക് സിനിമ റിലീസ് ഉണ്ട്. നന്ദകിഷോറിൻ്റെ പടമാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആളാണ്. എന്തായാലും ബാറസ് പോലെ ആവാതിരുന്നാൽ മതി, എത്ര പറയാനുള്ളൂ. എന്തായാലും വൃഷഭ വരട്ടെ, ദീപാവലിക്ക് നമുക്ക് എന്തായാലും പോയി കാണാം. എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.